മലയാളം പങ്ക്തിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വാസ്തവത്തിൽ കാർഷിക ജീവിതമാണ് എന്ന് ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് പുരോഗമിച്ചു, യന്ത്രലോകത്ത് മുമ്പോട്ട് പോയി, ടെക്നിക്കലായിട്ട് വളർന്നു. ഇപ്പോൾ ഒരുപാട് ഇൻഡസ്ട്രിയലായിട്ട് നമ്മൾ അതിവേഗത്തിൽ രൂപം പ്രാപിച്ചതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അടിസ്ഥാനപരമായിട്ട് കാർഷിക രംഗമാണ് നമ്മളെ നിലനിർത്തുന്നത് എന്ന കാര്യം അടിവരയിട്ട് പറയേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു ഉദാഹരണം, ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പോയാൽ നിങ്ങൾ ആ മ്യൂണിക് സിറ്റിയിൽ നിന്നൊരു ട്രെയിനിൽ കയറുക. ഒരു ഇൻ്റർസിറ്റി ട്രെയിനിലൂടെ മുമ്പോട്ടങ്ങ് യാത്ര ചെയ്താൽ അത് നേരെ കൊളോൺ കഴിഞ്ഞിട്ട് ഫ്രാങ്ക്ഫർട്ട് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ചെന്ന് അങ്ങേയറ്റത്തെ എമറിക് കഴിഞ്ഞിട്ട് പിന്നെ ബെർലിനിൽ ചെല്ലുമ്പോൾ രണ്ട് ഭാഗങ്ങളിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എത്ര മനോഹരമായിട്ടാണ് അവരുടെ കൃഷിസ്ഥലങ്ങൾ അവർ സംരക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ ആളുടെ റെസിഡൻസ് സിറ്റിയിലാണ്. ആ സിറ്റിയിൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. പക്ഷേ കൃഷിസ്ഥലങ്ങൾ പ്രത്യേകമായിട്ട് സംരക്ഷിക്കുകയും കൃഷിക്കാരെ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പ്രാധാന്യമാണ് കൃഷിക്കാർക്ക് കൊടുക്കുന്നത്? നമ്മൾ സംഘടിത തൊഴിലാളി വർഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിൽ തൊഴിലാളി വർഗത്തെയൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കർഷക തൊഴിലാളികളെ ആരാ സംഘടിപ്പിക്കുന്നത്? അവരുടെ വിഷമതകളിലേക്ക് ആരാ ശ്രദ്ധിക്കുന്നത്? അവിടെ എവിടെയെങ്കിലും ആത്മഹത്യ വരുമ്പോഴല്ലേ നാം ചിന്തിക്കുന്നത്. ഈ അടുത്ത കാലത്ത് കണ്ണൂരിലെ ചെറുപുഴ പഞ്ചായത്തിൽ ഒരു മികച്ച കർഷകൻ, അതായത് അമ്പാട്ട് ഏലിയാസ് എന്ന് പറയുന്ന ആൾ സംസ്ഥാന ഹോർട്ടികോർപ്പറേഷൻ്റെ ഹൈബ്രിഡ് കൃഷിക്കുള്ള പുരസ്കാരം അത് മുഖ്യമന്ത്രിയിൽ നിന്ന് വാങ്ങിച്ച മികച്ച മാതൃക കർഷകനായിരുന്നു അദ്ദേഹം. സംഭവം നടന്നത് അറിയായില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പോൾ അന്ന് ഞെട്ടിപ്പോയി എന്നൊക്കെ ആൾക്കാരൊക്കെ പറയും. ആ ഞെട്ടൽ കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് നമ്മളങ്ങ് മറക്കും. ആത്മഹത്യക്ക് പിന്നാലെ അദ്ദേഹത്തിന് എന്തായിരുന്നു, ഉടൻ തന്നെ ഇമ്മീഡിയറ്റായിട്ട് അവരറിയാതെ തന്നെ 1,03,000 രൂപ കൃഷിക്ക് സബ്സിഡി ആയിട്ട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ആ അനുവാദം 2 ദിവസം മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ ആത്മഹത്യയിൽ അദ്ദേഹം ഒഴിവാകുമായിരുന്നു എന്ന് പറയുന്നവരാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നല്ലൊരു വിഭാഗവും. വേണ്ട സമയത്ത് സഹായിക്കാനായിട്ട് നമ്മുടെ വകുപ്പുകൾ സന്നദ്ധമാകുന്നില്ല. വെച്ച് താമസിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ ഔദ്യോഗിക മണ്ഡലത്തിലുള്ളത്. റെഡ് ടൈപ്പിസം എന്ന് പറയുന്ന കട്ടവാനം നമ്മൾ വളർന്നില്ലേ. ഇപ്പോൾ കൃഷി വകുപ്പിൽ മാത്രമൊന്നുമല്ലത്. പക്ഷെ അതുകൊണ്ട് അനുഭവിക്കുന്നത് ആരാണ്? ഏതായാലും കൊടുക്കാൻ നിർവഹിച്ചല്ലെങ്കിൽ കൊടുക്കാൻ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന സബ്സിഡി കഴിയുന്നത് നേരത്തെ കൊടുത്തുകൊണ്ട് അവർ രക്ഷപ്പെടുത്താൻ നോക്കുന്നതിന് പകരം അത് ചുമ്മാ നിയമത്തിന് നൂലാമാലകൾ വെച്ചുകൊണ്ട് വെച്ച് താമസിപ്പിച്ചും ഇനി അതിലൂടെയും വല്ല കൈക്കൂലി വാങ്ങിക്കാനാണോ ഇല്ലെന്ന് ആർക്കറിയാം. എന്തായാലും ശരി, 1,03,000 രൂപ അവളിക്ക് അനുവദിച്ച് കിട്ടിയതിൻ്റെ തലേദിവസമാണ് ആത്മഹത്യ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതായത് ആ ജീവിതം നമുക്ക് പൊലിഞ്ഞു പോയില്ലേ, ആ കുടുംബം പൊലിഞ്ഞു പോയില്ലേ, എത്രയോ പേർക്ക് നിരാശ സൃഷ്ടിച്ചു. എന്താ പ്രധാനപ്പെട്ട കാരണം? അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? കൃഷിക്കെടുത്ത വായ്പ തിരിച്ചടവ് മുടങ്ങി. ആരെങ്കിലും ഈ രംഗത്തൊക്കെ ഒരാശ്വാസം പകരാൻ ഉണ്ടായിരുന്നെങ്കിൽ, അത് മുടങ്ങിയപ്പോൾ സാരമില്ല നമുക്ക് മാറ്റിയെടുക്കാമെന്നൊക്കെ പറയാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകാം. കടം കുമിഞ്ഞ് കൂടിക്കഴിഞ്ഞപ്പം ആ വാഴയും അതുപോലെ തന്നെ പച്ചക്കൃഷിയും വിപുലമായ രീതിയിൽ കൃഷി ചെയ്തതിനാലാണ് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ വില അങ്ങ് കുത്തനെ ഇടിഞ്ഞു. ആലോചിച്ച് നോക്കി, ചില സാഹചര്യങ്ങളിൽ 100 കണക്കിന് ഈ വാഴത്തോട്ടം അത് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ വില നല്ല ഭംഗിയായിട്ട് വളർന്ന് കുലച്ച് കിടക്കുന്ന ആ മനോഹരമായ ദൃശ്യം മനസ്സിൽ കണ്ടേ. അത് വെട്ടിവെക്കാൻ വേണ്ടി പകുതിയായിട്ട് വില കുറഞ്ഞു പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചത്തടിക്കുന്ന കർഷകൻ്റെ വിലാപം ആര് കാണാനാണ്? അപ്പോഴാണ് ഒരു വശം അങ്ങനെ, ഈ മറുവശയുണ്ടല്ലോ വലിയ വെള്ളം ചൂടും ഒക്കെ വന്ന് മൂത്തി കഴിയുമ്പോഴത്തേക്കില്ല ഒടിഞ്ഞ് താഴോട്ട് വീഴുമ്പോഴോ ഇവിടെയൊക്കെ താങ്ങേണ്ടതല്ലേ ഭരണകൂടം എന്ന് പറയുന്നവന്? എന്തിനു വേണ്ടിയിട്ടാണ് താങ്ങി നിർത്തേണ്ടതല്ലേ?
അങ്ങനെ കർഷകൻ്റെ വിഷമതകൾ എന്ന് പറയുന്നത് ഒരു വശം, മറുവശം വന്യമൃഗങ്ങളുടെ. ഇന്നലെയും കേട്ടു കാട്ടുപന്നി ഒരാളെ കൊന്നു. ഇവിടെ പുനലൂരാ, ദൂരെയൊന്നുമല്ല. ഇപ്പം സർക്കാർ ഈ പറയുന്ന എന്ത് സപ്പോർട്ടാണ് ഇവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് പന്നിയെ കൊല്ലാനുള്ള അനുവാദം അത് പിൻവലിച്ചതായിട്ട് കേട്ടു. പിന്നെ അതിനെ ഉത്തരവ് മരവിപ്പിച്ചെന്നൊക്കെ കേട്ടു. നല്ല കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടക്കുന്നു. ചില സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ. പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പം പലതും ചെയ്യും. കാരണം അടുത്ത് വരുന്ന ഭരണത്തിൽ വരുന്നവർ ചുമന്നുകൊള്ളുമല്ലോ ആരാണെങ്കിലും. ഇപ്പം കേട്ടില്ലേ, 20,000 അധ്യാപകർക്ക് നിയമനത്തിന് ഉത്തരവ് കൊടുത്തു എന്ന് കേൾക്കുമ്പം എത്ര കാലമായിട്ട് ഈ ഒരു കാര്യം ഇട്ടുകൊണ്ട് മനുഷ്യനെ വിഷമിപ്പിച്ച് 4-5 വർഷമൊക്കെ ശമ്പളം ഇല്ലാതെ പട്ടിണി കിടന്ന് എത്രയോ അധ്യാപകർ നിലവിളിയും കണ്ണുനീരും ഈ മണ്ണിൽ വീണു. എന്നിട്ടിപ്പം തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നല്ലത് തന്നെ. എന്തായാലും ശരി, പുറപ്പെടുവിച്ച ഉത്തരവ് എന്തായാലും ആശ്വാസകരം തന്നെയാണെങ്കിൽ പോലും ഇന്ത്യയുടെ ശ്രമകരമായ അധ്വാനം അതിന് പിന്നിലുണ്ടായിരുന്നത് 10,000 കോടിയുടെ പദ്ധതി. 10,000 അല്ല, 1000 കോടിയുടെ പദ്ധതി 5 വർഷമായി ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതെന്താണ് ഇത്? 1000 കോടിയുടെ തള്ളാണോ അതോ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വരുന്ന ഒരു പ്രത്യേക? ഇതൊക്കെ നേരത്തെ എന്തുകൊണ്ടാണ് ചെയ്യാൻ പാടില്ലാതിരുന്നത്? അത് കൃഷിയുടെ ഇടങ്ങളിലാണെന്ന് ഓർക്കണം. ഈ പറഞ്ഞ ആത്മഹത്യകൾ പെരുകുന്ന സ്ഥലത്താണ്. എന്തായാലും ഇതിനെ മന്ത്രി അഭിനന്ദിക്കുകയാണ്. അത് അത്രയെങ്കിലും ചെയ്യാൻ പറയാനെങ്കിലും ഇടയായല്ലോ എന്ന കാര്യം ഓർക്കുമ്പം സന്തോഷമുണ്ട്. അതേസമയത്ത് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ അടുത്ത് വരുന്ന ഘട്ടങ്ങൾ നടക്കാൻ പോകുന്ന മനുഷ്യരെന്തൊരു സന്തോഷിപ്പിക്കുകയല്ലേ. ബാറിൻ്റെ സമയം 12 മണി വരെ കിട്ടി, എല്ലാവരും ഒരുപോലെയാക്കി. ബാറാണ് മുട്ടൊരു ബാറും മദ്യവർജനം പറഞ്ഞ നിയമമാക്കി അതിൻ്റെ വകുപ്പാക്കി കൊണ്ടുവന്ന പാർട്ടികളാണ് ഇതൊക്കെയും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ പറയുന്ന തെരഞ്ഞെടുപ്പൊക്കെ കണ്ടുകൊണ്ടാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ഒരു തീരുമാനം ഉത്തരവൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നടപ്പാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആര് നടപ്പാക്കുന്നുള്ള വേറെ കാര്യം. എന്തായാലും ശരി, നിരവധി പ്രശ്നങ്ങൾ അതിന് ശാശ്വത പരിഹാരം കാണാതെ നീണ്ടു കിടക്കുന്നതുകൊണ്ടാണ് ഈ കർഷകരുടെ വലിയ നിരാഹാരം. ആഗസ്റ്റ് 6 മാസമായി 2025 ഓഗസ്റ്റ് 15-നാണ് വെള്ളരിക്കുണ്ടിലെ റിലേ സത്യാഗ്രഹം അത് ആരംഭിച്ചത്. ഇപ്പോൾ ഏതാണ്ട് നാരങ്ങ വെള്ളം കൊടുത്ത് തീർത്തെന്ന് തോന്നുന്നു. ഈ പറയുന്ന ഉത്തരവൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം. എന്തായാലും ശരി, 6 മാസമായി സത്യാഗ്രഹം തുടങ്ങിയിട്ടേ. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനുവരി 26-ന് ഈരാറ്റുപേട്ടയിലും സത്യാഗ്രഹം ആരംഭിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഈ ഉത്തരവിൻ്റെ മുമ്പത്തെ പശ്ചാത്തലത്തിൽ ഈ സത്യാഗ്രഹമൊക്കെ പിൻവലിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും ശരി, പ്രശ്നങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാൻ നേതാക്കന്മാർ കഴിയുമോ? കുട്ടനാടൻ പ്രദേശത്തിൻ്റെ കാര്യം എടുത്തു നോക്കി. കുട്ടനാട്ടിൽ അജപാലന ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അവരുടെ വിഷമതകൾ എന്ത് ഭയങ്കരമാണെന്ന് ആലോചിച്ച് നോക്കി. പണിക്കൂലി വർദ്ധിച്ചു, കാലിത്തീറ്റയ്ക്ക് വില ഇരട്ടിയായി. ഇങ്ങനെ കിടന്ന് ഞെരിവിളി കൊള്ളുന്ന ആ കർഷകർക്ക് കൈത്താങ്ങാകാൻ അപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞു ആ ടൈമിലൊക്കെ ഈ ജയിൽ പുള്ളികൾക്കൊക്കെ ശമ്പളം കൂട്ടിയല്ലോ, കൂട്ടണമെന്ന് ആരും പറഞ്ഞില്ല. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചല്ലോ, അങ്ങോട്ടൊരു കാര്യം ശ്രദ്ധിച്ചു. അതെന്തിനു വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്? ശ്രദ്ധിച്ചില്ലല്ലോ. അത് നാം ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഊറ്റം കൊള്ളുന്നു. നല്ല കാര്യം തന്നെ, ഉണ്ടെങ്കിൽ വലിയ നല്ല കാര്യം തന്നെയാണ്. നമ്മൾ തകർന്ന് തരിപ്പനുമായിട്ട് കിടന്നത് പൊക്കിയെടുത്തുകൊണ്ട് കൊണ്ടുവന്നത് ചന്ദ്രശേഖരൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇങ്ങനെ സ്വർണ്ണം പോലും കൊണ്ട് പണയം വെച്ച് നിന്ന് കിടന്ന സ്ഥലത്ത് നിന്ന് ആ നരസിംഹറാവും മന്ത്രമോഹൻ സിംഗും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടാകേണ്ട ഈ ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നുള്ള കാര്യം ഒന്നും മറച്ചു വയ്ക്കാനൊന്നും പാടില്ല കേട്ടോ. 4ാമത്തെ ശക്തി എന്നൊക്കെ പറയുമ്പോൾ അവരാരെയും തമസ്കരിച്ച് മറന്നു പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഓരോ മണിക്കൂറിലും ഓരോ കർഷകൻ വെച്ച് ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. കണക്കങ്ങനെയാണെന്ന് പറയും. അതിൻ്റെ 1,600 13,600 എത്രയോ കണക്കുകൾ കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും ഇത്രയും പേരുടെ ആത്മഹത്യ ഒരു വർഷം നടക്കുന്നു എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ അവസ്ഥ എന്താ? നമ്മുടെ കുടുംബങ്ങളിൽ, കാർഷിക കുടുംബങ്ങളിൽ മക്കൾ വിദേശത്തില്ലെങ്കിൽ, വരുമാനം മറ്റു തരത്തിലില്ല എങ്കിൽ ആറും പട്ടിണി തന്നെ എന്ന കാര്യം ഓർക്കണം. അപ്പോൾ എങ്ങനെ ഇത് മുമ്പോട്ട് തള്ളി നീക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ നാളത്തെ കുട്ടനാടിൻ്റെ നെല്ലിൻ്റെ വില അത് വാങ്ങിച്ചെടുക്കുന്നത് വാസ്തവത്തിൽ കൃഷിയേക്കാളും ശ്രമകരമാണെന്നാണ്. സർക്കാരിൽ കൊടുക്കേണ്ട വില വാങ്ങിച്ചെടുക്കുന്നത്
അത് കൃഷി ചെയ്യുന്നതിനേക്കാൾ കഷ്ടപ്പാടാണെന്നാണ് കർഷകർ പറയുക. അല്ലെങ്കിൽ അതുപോലെ വളം കീടനാശിനിയായിട്ടുള്ള സബ്സിഡി അതൊക്കെ നേരത്തെ കൊടുക്കേണ്ടതല്ലേ? ഏതായാലും കൊടുക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന, എന്നാൽ പിന്നെ സമയത്ത് അങ്ങ് കൊടുത്താൽ പോരെ? അതിൻ്റെ പണിച്ചെലവ് കണക്കാക്കിയിട്ടുള്ള താങ്ങുവില നിശ്ചയിച്ച് കൊടുക്കേണ്ടതല്ലേ? ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ വിളനാശം വന്നാൽ ഈ പറഞ്ഞതുപോലെ ഒന്നടങ്കം ഈ വലിയ കാറ്റ് അല്ലെങ്കിൽ വേനൽ, ആ ചൂടെടുത്ത് 1000 വാഴകൾ നിൽക്കുന്ന ഒന്നടങ്കം എല്ലാം കൂടെ മറിഞ്ഞ് വീഴുകയാണെങ്കിൽ ആ വിളനാശത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ നമുക്ക് ചുമതലയില്ലേ? ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പണ്ടത്തെ കാലത്ത് ഓർക്കുന്നത് നല്ലതാണ് കേട്ടോ. പട്ടംതാനുള്ള മുഖ്യമന്ത്രി ആകുന്ന ഇപ്പം മുതിർന്ന തലമുറയ്ക്കത് അറിയാം. പട്ടംതാനുള്ള മുഖ്യമന്ത്രി ഞാൻ ചെയ്തതിന് മുമ്പും പാട്ടിനെ കൊണ്ട് ഭയങ്കരമായിട്ട് വട്ടം കറങ്ങി സംസ്ഥാനത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി കർഷകരെ നിർബന്ധിച്ച് കുടിയേറ്റിയതാണ് ഹൈറേഞ്ചിലേക്ക് അതുപോലെ മലബാറിലേക്കും ഒക്കെ. ആർക്കറിയാൻ പാടില്ലാത്ത വളരെ നിർബന്ധിച്ച് കുടിയേറ്റിയതാണ്. അവിടെ പോയി എന്താണ് മലമ്പനിയോടും മഞ്ഞപ്പിത്തത്തോടൊക്കെ മല്ലടിച്ച് എത്ര പേര് മരിച്ചു വീണു. അവരുടെ ജീവത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് പട്ടിണി മാറി സാമ്പത്തികമായിട്ടും കേരളം വളർന്നത്. നമ്മളത് ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും മുതിർന്ന പ്രായമുള്ള തലമുറ പറഞ്ഞു തരും. ചില സ്ഥലങ്ങളിൽ മാസ് ഗ്രേവുകൾ ഉണ്ടാക്കിയാണ് മലമ്പനി വന്ന് മരിച്ച ആൾക്കാർക്ക് അടക്കിയിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഉപ്പുതറയിൽ നിന്നൊരു വലിയ കാർന്ന് പറഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി. ഒരു കുടിയേറി കേട്ടെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ അവിടെ ആകപ്പാടെ സഹായമുണ്ടായിരുന്ന കത്തോലിക്ക വൈദികനും കന്യാസ്ത്രീകളുമാണ്. അവിടെ ഒരു വ്യത്യാസമൊന്നുമില്ലായിരുന്നു. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനോ വ്യത്യാസമൊന്നും ഇല്ലാതെ ഇവരൊക്കെ വളരെ ധീരമായി നേതൃത്വം കൊടുത്തിരുന്നു ആ വൈദിക സമൂഹം എന്ന് പറയുന്നത്. ആ കാലം കടന്നുപോയി. ആദർശനിഷ്ഠയുള്ള ആളുകളെ കൂടിയിരുന്നു വൈദികരല്ലാത്തവരും. അങ്ങനെയുള്ള സാഹചര്യമുണ്ടോ? അതുകൊണ്ട് നല്ല വലിയ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നേടിയെടുത്തു. അതായത് കാർഷിക രംഗം മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, സാമ്പത്തികമായിട്ട് ഭംഗിയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ അങ്ങ് മറന്നു. പിന്നെ കുടിയേറ്റം കടന്നു കയറ്റമാക്കി മാറ്റി. നോക്കി മനുഷ്യൻ്റെ പോക്ക് കണ്ടില്ലേ? അപ്പം എന്നാ ചെയ്യുന്നത്? ഓരോ കാര്യം പറഞ്ഞിട്ട് കുടിയിറക്കം ആരംഭിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കിയേ, AK ഗോപാലിൻ്റെ നേതൃത്വത്തിൽ നടന്ന കുടിയിറക്കം ആലോചിച്ച് നോക്കി. ഒന്ന് ഓർക്കുന്നതല്ല ഇതൊക്കെ. എത്ര കുടുംബങ്ങളാണ് കിടന്ന് വഴിയാധാരമായ സാഹചര്യങ്ങളിലാണ് വൈദികരുടെയും AKGയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ആ വലിയ സാഹസികമായ സമരം, നിരാഹാര സത്യാഗ്രഹം വഴിയായിട്ട് കാര്യങ്ങൾ നേരെ കൊണ്ടുവന്നത്. അപ്പോൾ കുടിയേറിയ ആളുകൾക്ക് ചെയ്ത പണിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കടന്നുകയറ്റക്കാരെ ഇറക്കി വിടാൻ വേണ്ടി എന്തെല്ലാം കൃഷി ചെയ്യാനാകാതെ വന്യമൃഗങ്ങളെ വാസ്തവത്തിൽ അവർ മൂലം കൃഷി ചെയ്യാൻ ഈയിടെ ഒരാൾ പറയുന്നത് 15 ഏക്കർ സ്ഥലമുണ്ട്, ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല, ഇത് കഴിഞ്ഞാൽ കാട്ടുപന്നി വന്ന് മുഴുവൻ കടിച്ചു നിന്ന് കൊള്ളും. അതിൻ്റെ പക്ഷേ കുരങ്ങും കൂടിയിട്ട് ചില ആളുകൾ പറയുന്നുണ്ട്. ചില രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ആരാന്നറിയാൻ പോകല്ല ഈ വണ്ടിയെ കൊണ്ട് ഈ വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ കുരങ്ങിനെ കൊണ്ട് വിടുന്നുണ്ടെന്നാണ് പറയും. നേരാണോന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു ക്രൂരത കാണിക്കുന്ന രീതി ഈ രംഗത്തോട് കാണിക്കുന്ന എന്ത് കാരണം വെച്ചാണെങ്കിലും ശരി, അതൊട്ടും ശരിയായ പോക്കല്ലെന്ന കാര്യം. സാച്ചുറേഷൻ പോയിന്റ് കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങളെ കൊന്നു തിന്നാൻ മറ്റ് വികസിത രാജ്യങ്ങളിലൊക്കെ അനുവാദം കൊടുക്കാറുള്ള ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് നമ്മുടെ വനപാലകർക്ക് അതറിയാൻ പാടില്ല, നമ്മുടെ വനം വകുപ്പിന് അതറിയാൻ പാടില്ലേ? നിശ്ചിത കാലഘട്ടത്തെ കൊന്നു നിന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടി ഇവരുടെ സാച്ചുറേഷൻ പോയിന്റ് കഴിഞ്ഞ് മൃഗങ്ങൾ വനത്തിൽ വർദ്ധിച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ അവരെവിടെ നിൽക്കുന്നത്? അവർ പുറത്തേക്ക് ഇറങ്ങും. ആ ഇറങ്ങത്തക്ക രീതിയിലേക്ക് അത് വളർന്നു വന്നു കഴിഞ്ഞാൽ അവിടെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെ കൊന്നു തിന്നാനായിട്ട് അനുവാദം കൊടുത്താൽ ശരിയാവില്ലേ? അതൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഓരോ തന്നെ ഇങ്ങനെ കുടിയേറക്കാന്ന് പറഞ്ഞ് ഊരും കൊണ്ടൊന്ന് പോകണമെന്ന് വിചാരിച്ചാൽ വിൽക്കാൻ വല്ലതും വാങ്ങിക്കാനുണ്ടോ? എല്ലുമുറയെ പണിതീർത്ത് വളർത്തിക്കൊണ്ട് വന്ന സംഗതികൾ അങ്ങ് വളരെ കൃത്യമായിട്ട് പണം ഉയർത്തിയ സ്ഥലങ്ങൾ വിറ്റിട്ടെന്ന് പറയാൻ ആരെങ്കിലും വില കൊടുക്കുന്നു? അതിനേക്കാളും കർഷക വിഷമിക്കുന്ന മറ്റൊരു സംഗതി എന്തെന്നറിയാമോ? അവിടെയുള്ള പുരുഷന്മാർക്ക്, ചെറുപ്പക്കാർക്ക് ആരും പെൺകുട്ടികളെ അങ്ങോട്ട് കൊടുക്കില്ല. ഈ താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കത്തില്ല. പിന്നെ അവരുടെ ഇടയിൽ തന്നെ വല്ലതും നടന്നല്ലേ അത് തികയും. അതുകൊണ്ട് അപ്പോൾ കല്യാണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളുടെ കുടിയേറ്റ മേഖലകളിൽ വന്ന് ഭവിച്ചിട്ടുള്ളൂ. പിന്നെ എന്താ രക്ഷ? അതുകൊണ്ട് എങ്ങനെയാണ് പിറന്നു വരുന്ന കുഞ്ഞുങ്ങൾ കണ്ണു തെളിഞ്ഞ് വരുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഈ നാട് വിടാൻ, രാജ്യം വിടാനായിട്ടുള്ള പ്രേരണയെ കൊടുക്കും. പലായനം അങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നാട്ടിൽ നിൽക്കാതെ, നാട്ടിൽ നിന്നാൽ രക്ഷയില്ല എന്നതുകൊണ്ട് പലായനം ചെയ്യാനുള്ള പ്രേരണയാണ് നമ്മുടെ ഈ പറയുന്ന ഹൈറേഞ്ച് മേഖലകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന കുടുംബങ്ങൾ രക്ഷപ്പെടുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. അത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നേരെ ചൊവ്വേ പോകണമെന്നുണ്ടെങ്കിൽ
കാർഷിക രംഗം ഉറപ്പുള്ളതാക്കി ബലപ്പെടുത്തി നിർത്തുകയും കർഷകരോട് കുറേ കൂടി യാതൊരുകൂടി പെരുമാറാനും അവരുടെ ആവശ്യങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ സഹായം നൽകാനും അവർ വേണ്ട സബ്സിഡികളൊക്കെ വെട്ടിക്കുറച്ച് കൊടുക്കാതെ നിയമാനുസൃതമായ കാര്യങ്ങൾ കൃത്യമായ സമയത്ത് ചെയ്യാനും വച്ച് നീട്ടി കൊടുങ്ങുകൊണ്ട് അവസാനം നിരാശയപ്പെട്ട് ആത്മഹത്യയിലേക്ക് ചരിക്കാതിരിക്കാനും ഒക്കെയുള്ള സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോയാൽ നമുക്കെല്ലാവർക്കും നല്ലതാണ്. രാജ്യം ഭംഗിയായിട്ട് പോയാൽ നമുക്കെല്ലാവർക്കും നല്ലതല്ലേ? പട്ടിണി മാറി നമുക്കെല്ലാവർക്കും നല്ലതല്ലേ? അതിദരിദ്രരുടെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് പ്രഘോഷിക്കുന്നുണ്ടല്ലോ, നേരാണോ? അത് പരിശോധിച്ച് നോക്കിയാൽ അതിദരിദ്രരുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ കോട്ടയം പട്ടണത്തിൽ ചെന്ന് നോക്കിയാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അവിടെയുള്ള കോളനികളിൽ ചെന്ന് നോക്കിയാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പോട്ടെ, അതേക്കുറിച്ച് അത് കണ്ണിച്ച് പറയുന്നൊന്നുമില്ല. അതിദരിദ്രം ഇല്ലാണ്ട് വന്നാൽ അത്രയും ഭാഗ്യം. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കാർഷിക രംഗത്തുള്ള സമീപനത്തിന് മാറ്റം വരുത്തി കുറേക്കൂടി മനുഷ്യത്വപരമായി പെരുമാറണമെന്നുള്ള നിലവിളി കേൾക്കുമ്പോൾ അതിന് ചെവി കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.